ഇന്ന് നമ്മുടെ ലഞ്ച് ബോക്സ് സീരീസിൻ്റെ സെക്കൻഡ് റെസിപ്പിയാണ്. ഇന്നത്തെ നമ്മുടെ റൈസ് റെസിപ്പി എന്താണെന്ന് നോക്കാം കേട്ടോ. ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനെ കുഞ്ഞ് പീസാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. തലേദിവസം തന്നെ നമുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അരമണിക്കൂറിന് ശേഷം ചിക്കനെ പുറത്തെടുത്തിട്ട് നമുക്കിതുപോലെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ തലേദിവസം തന്നെ പൊന്നിയരി കുറച്ച് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി റൈസ് അല്ല കേട്ടോ, പൊന്നി റൈസാണ് നമ്മുടെ ഈ ഒരു റൈസിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് 2 മീഡിയം സൈസ് സവാള നല്ല തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് സമയം അടച്ചു വെച്ചിരുന്നതാണ്. അതിനെ നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിലേക്കും കൂടി ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഉള്ളി നമുക്ക് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണേ. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി കുറച്ച് സമയം. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാമേ. ഇവിടെ ഉള്ളി ഇതേ വറുത്തെടുത്ത പോലെ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബിരിയാണി റൈസ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊന്നി റൈസാണ് എടുത്തിരിക്കുന്നത്. ഉള്ളിയുടെ മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ചിക്കനകത്ത് ആവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. ലാസ്റ്റിൽ നമ്മൾ റൈസിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂ നെയ്യിൽ വറുത്തെടുത്തും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്തെടുത്താൽ നമ്മുടെ ലഞ്ച് ബോക്സ് സ്പെഷ്യൽ റൈസ് റെഡി.